ഞാൻ പറഞ്ഞത് പെണ്ണിനെ ബഹുമാനിക്കണമെന്നാണ്. അതിനൊരു ഉപഭോഗ വസ്തുവായി കാണരുത്. അവരുടെ ശരീരത്തെ ഇങ്ങനെ ഉപയോഗിക്കരുത്. എല്ലാ വർഷവും സ്ത്രീരൂപം തന്നെ ഇങ്ങനെ കൊടുക്കണ്ട. എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം ഞാൻ പറഞ്ഞു. സ്വാസിക എനിക്ക് ഇഷ്ടപ്പെട്ട നടിയാണ്. അവളുടെ തൻ്റെ ഇടം ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്. എനിക്ക് പേടിയായിരുന്നു, ഞാൻ കംഫർട്ടല്ലായിരുന്നു വാസ്തവത്തിൽ അത്തരം സീനുകളിൽ അഭിനയിക്കുമ്പോൾ. സിനിമ കണ്ടതിന് ശേഷം പലരും എന്നോട് പറഞ്ഞു, നിങ്ങൾ എൻ്റെ അപ്പനോളം വരില്ലെന്ന്. അപ്പോൾ അവരൊക്കെ അനുഭവിച്ചിട്ടുണ്ട്. അലൻസിയർ സാറിന് നാഷണൽ അവാർഡ് കിട്ടാൻ സാധ്യതയുണ്ട് സിനിമ. എനിക്ക് കിട്ടുകൊണ്ടോ അടി കിട്ടും. നമ്മൾ ചോദിക്കുന്നതൊന്ന്, അവർ തരാമെന്ന് പറയുന്നതൊന്ന്, കിട്ടുന്നത് വേറൊന്ന്. എന്നിട്ട് അതിൻ്റെ പുറകെ GST കാരൻ വരും. വീണ്ടും ലോൺ എടുക്കണം, കൂട്ടുകാരിൽ നിന്ന് കടം വാങ്ങിക്കണം, പിന്നെ അവന്മാർ വിളിക്കുമ്പോൾ ഫോൺ എടുക്കാതിരിക്കണം. ഇതാണ് അവസ്ഥ. ക്ലൂ തരാം. പറഞ്ഞു ക്ലൂ മാത്രം മതി നമുക്ക്. വെട്രിമാരൻ പ്രൊഡക്ഷൻ. അവർക്ക് ക്യാപ്ഷനുള്ള കിട്ടിയിട്ടുണ്ട്, തലക്കെട്ട് കിട്ടി. അപ്പോൾ ആ സിനിമയിൽ അലൻസിയർ വെട്രിമാരൻ ചിത്രത്തിൽ നമുക്ക് ഭൂമിക്ക് അച്യുതണ്ടുണ്ടെന്ന് നമ്മൾ ആരോ പഠിപ്പിച്ചു. ഭൂമി കറങ്ങുന്നുണ്ടെന്ന് പറഞ്ഞു. ഭൂമിക്ക് അച്യുതണ്ടുണ്ടോ? നമ്മൾ കണ്ടിട്ടില്ല. ഭൂമി കണ്ടിട്ടുണ്ടോ? ഭൂമിയിലാണല്ലോ നമ്മളുള്ളത്. കുട്ടി ഏതോ മായാവനത്തിലാണെന്ന്. ചേട്ടാ മായാവനത്തിലാണ്, ഞങ്ങൾക്ക് മനസ്സിലായി. ഇല്ല ഒന്നുമില്ല ചോദ്യം. ഹലോ, എല്ലാവർക്കും നമസ്കാരം. മായാവനം എന്ന സിനിമയുടെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് ഡയറക്ടർ ജതിൻ ലാൽ, അലൻസിയ സർ, സെന്തിൽ കൃഷ്ണ, മൂന്നാളുമാണ് നമ്മുടെ ഒപ്പം ഉള്ളത്. എല്ലാവർക്കും നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? പുതിയ വർഷം തുടങ്ങിയപ്പോൾ പുതിയ സന്തോഷമായിട്ട് വന്നിരിക്കുക അല്ലേ? അതെ. ഡയറക്ടർ സാറിലേക്ക് വരാം. മായാവനം ഒരു മായ നിറഞ്ഞൊരു കഥ പറയുന്ന സിനിമയാണോ? മായേക്കാൾ അവർ കുറച്ച് 4 ചെറുപ്പക്കാരായ മെഡിക്കൽ സ്റ്റുഡൻസ് കുട്ടികൾ അവരുടെ സന്തോഷങ്ങളുടെ, സങ്കടങ്ങളുടെ, ഇണക്കങ്ങളുടെ, പിണക്കങ്ങളുടെ, അടിപിടി, കടിപിടി, അങ്ങനെയുള്ള അവരുടെ ആ ഒരു ചെറുപ്പക്കാരുടെ ആ ഒരു കഥയാണ്. സാർ ഒരു ഡോക്ടറും കൂടിയാണ്. അപ്പം ഇതൊരു സർവൈവൽ സ്റ്റോറിയാണ്. അപ്പം എനിക്ക് തോന്നുന്നു ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന ദൈവങ്ങളാണ് മെഡിക്കൽ ഫീൽഡിലുള്ളവർ. അപ്പം ആ ഒരു അനുഭവം ഈ സിനിമയെ എത്രനാളും സഹായിച്ചിട്ടുണ്ട്. ഇതിൻ്റെ കഥയുടെ ആദ്യ സമയത്തൊക്കെ ഇവരുടെ മെഡിക്കൽ ലൈഫ് കാണിക്കാൻ വേണ്ടി, മെഡിക്കൽ സ്റ്റുഡൻസിൻ്റെ കോളേജ് ക്യാമ്പസ് ലൈഫ് കാണിക്കാനൊക്കെ അത് പ്രയോജനപ്പെട്ടിട്ടുണ്ട്. സാറിലേക്ക് വരികയാണെങ്കിൽ ചതുരത്തിന് ശേഷമുള്ള അടുത്ത സിനിമ ഒരുപാട് പ്രതീക്ഷയുണ്ട് ആളുകൾക്ക്. എന്താണ് ഈ ക്യാരക്ടറിനെ പറ്റി പറയാനായിട്ടുള്ളത്? അത് 19-ാം തീയതി കാണുമ്പോൾ അറിയാം. അറിയാനുള്ള ആകാംക്ഷ കൊണ്ട് ചോദിച്ചാണ്. അത് സിനിമ കണ്ടിട്ട് നിങ്ങൾ തീരുമാനിച്ചോളൂ. സാറിന്റെ ക്യാരക്ടറിനെ പറ്റി സാറിന് പറയാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? എൻ്റെ കഥാപാത്രത്തെ കുറിച്ച് ഞാൻ മായാവനത്തിലാണ്. ആ മായനിൽ ഇതുവരെ ഇറങ്ങി ഇറങ്ങിയിട്ടില്ല. ഞാൻ ആ വനം വിട്ടിട്ടില്ല. അത് എപ്പോ വീണ്ടും 19-ാം തീയതി കഴിയണം. അത് പാക്കപ്പ് കഴിഞ്ഞപ്പോ വിട്ടു. പക്ഷെ ഇപ്പൊ വീണ്ടും മായാവനത്തിൽ കൊണ്ടുവരുത്തി പ്രമോഷന്റെ ഭാഗമായിട്ട്. ഇപ്പൊ ഞാനൊരു മായാവനത്തിൽ പെട്ട അവസ്ഥ ഉണ്ടല്ലോ. ലോകത്ത് എല്ലാവരും മായാവനത്തിലാണ് കൊച്ചു ജീവിക്കുന്നത്. എല്ലാവർക്കും ഒരു മായയുണ്ട്, ഒരു സത്യമുണ്ട്. അതിലേതാണ് സത്യം, ഏതാണ് മിഥ്യ എന്നറിഞ്ഞുകൂടാത്ത ഒരു ജീവിതം നയിക്കുന്ന ഒരവസ്ഥയാണ് നമ്മളെല്ലാവരും നയിച്ചുകൊണ്ടിരിക്കുന്നത്. യാഥാർത്ഥ്യം ഏത്, സ്വപ്നം ഏതെന്നറിയില്ല. സ്വപ്നം യാഥാർത്ഥ്യമാണോ, യാഥാർത്ഥ്യം സ്വപ്നമാണോ എന്നറിയില്ല. ആ മയക്കത്തിലാണ് ഈ മായാവനം സൃഷ്ടിക്കപ്പെട്ടത്. ചേട്ടാ മായാവനത്തിലാണ്, ഞങ്ങൾക്ക് മനസ്സിലായി. ചോദ്യം ബാക്കി അവൻ പറഞ്ഞോളാം. ശരിക്കും സാറ് പറഞ്ഞ ഗംഭീരമായിട്ട്. സ്വപ്നമാണോ യാഥാർത്ഥ്യമാണോ? നമുക്ക് എല്ലാവർക്കും അങ്ങനെ ഒരു അനുഭവം ഉണ്ടാവുമായിരിക്കും, അങ്ങനെ സിറ്റുവേഷൻസ് വരാറുണ്ട്. സെന്തിലേക്ക് വരുവാണെങ്കിൽ ഇപ്പം വലിയൊരു ചിത്രത്തിൻ്റെ ഭാഗമാണ് ഓസ്ലർ, അത് വരാനിരിക്കുന്നു. കൂടെ തന്നെ മായവനം എന്നൊരു സിനിമയും വരാൻ ഇരിക്കുന്നു. അപ്പം എന്താണ് പ്രതീക്ഷ? എന്താണ്? എല്ലാം വിജയിക്കട്ടെ, അതാണ് നമ്മുടെ പ്രതീക്ഷ. എല്ലാം വിജയിക്കണം. അവനെല്ലാം നാഷണൽ അവാർഡ് കിട്ടട്ടെ എന്നാണ് എൻ്റെ ആഗ്രഹം. അലൻസിയർ സാറിന് നാഷണൽ അവാർഡ് കിട്ടാൻ സാധ്യതയുണ്ട്. എനിക്ക് കിട്ടുകൊണ്ടോ അടി കിട്ടും. അങ്ങനൊന്നും ഇല്ലല്ലോ. നമ്മൾ ചെയ്യുന്ന ക്യാരക്ടർ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചില ആൾക്കാർ അങ്ങനെ പ്രതികരിക്കും എന്നുള്ളത്. വെറുത്തുകൊണ്ട് ഇഷ്ടപ്പെടുക എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും നല്ല ഇഷ്ടം. അങ്ങനെ ഒരു ഇഷ്ടത്തിനാണ് താല്പര്യം. ഇനി വരാനിരിക്കുന്നു അതൊക്കെ തന്നെയാണ്. ചതുര സിനിമയിൽ ഇന്റിമേറ്റ് സീനുകളെല്ലാം എല്ലാവരും ചർച്ച ചെയ്തിട്ടുണ്ട്. അതുപോലെ നായികയുമായിട്ട് സാർ ഇരുന്ന് സംസാരിച്ച നല്ല മുഹൂർത്തങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പം അതിലൊരു ക്യാരക്ടർ പിടിക്കുക എന്നുള്ള പറഞ്ഞാൽ ഇച്ചിരി റിസ്ക് ഉള്ള കാര്യമാണ്. അത് ഷൂട്ടില്ലാത്തപ്പം ആ ക്യാരക്ടറിലൂടെ സഞ്ചരിക്കുക എന്ന് പറഞ്ഞൊരു വലിയൊരു കാര്യം തന്നെയാണ്. അപ്പോൾ എങ്ങനെയായിരുന്നു അതിൻ്റെ സെറ്റിലും ആ ക്യാരക്ടറിലേക്ക് ആക്റ്റീവായിട്ട് കയറുമ്പോൾ ഒക്കെ ഉള്ളൊരു അനുഭവം എന്തായിരുന്നു? അത് സ്വാസികയോടുകൂടെ ചോദിച്ചാലേ പറയാൻ പറ്റൂ. സ്വാസിക ഇല്ലാത്തതുകൊണ്ട് അല്ല, അത് ഹാപ്പനിങ് ആണ്, സംഭവിക്കുന്നതാണ്. നമ്മൾ അഭിനയിക്കുന്ന സമയത്ത് ഒരാളെ കുത്തിക്കൊല്ലുമെന്ന് വിചാരിക്കുക, അത് നിങ്ങൾക്ക് തോന്നലാണ്.
പക്ഷെ ഞങ്ങളെ കുത്തിക്കൊല്ലുകയല്ല, ഞങ്ങൾ ചേർത്ത് പിടിക്കുകയാണ് ചെയ്യുന്നത്. അവനൊരു പരിക്കും പറ്റില്ല എന്ന് വിചാരിച്ചിട്ട്. അത് ഞങ്ങൾ പരസ്പരം നിങ്ങളെ ദ്യോതിപ്പിക്കുന്നതാണ്, നിങ്ങളെ സുഖിപ്പിക്കുന്നതാണ്. നിങ്ങൾക്ക് ആ വൈരാഗ്യം തോന്നണമെങ്കിലും അതൊക്കെ ഞങ്ങളുടെ അഭിനയം കൊണ്ട് മാത്രമാണ്. സ്വാസിക എനിക്ക് ഇഷ്ടപ്പെട്ട നടിയാണ്. അവളുടെ തൻ്റെ ഇടം ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്. എനിക്ക് പേടിയായിരുന്നു, ഞാൻ കംഫർട്ടല്ലായിരുന്നു വാസ്തവത്തിൽ അത്തരം സീനുകളിൽ അഭിനയിക്കുമ്പോൾ. അതുപോലെ ഈ സിനിമയിലും മായാവനം എന്ന് പറഞ്ഞ സിനിമയിലും നിങ്ങൾ കൂടുതൽ ഇഷ്ടപ്പെടുകയോ വെറുക്കുകയോ ചെയ്യാം, ആയിക്കോളൂ, കണ്ടിട്ട് തീരുമാനിച്ചോളൂ. ഇത്തരം ക്യാരക്ടേഴ്സ് തിരഞ്ഞെടുക്കുമ്പോൾ ഭയങ്കര ചലഞ്ചിങ് ആയിരിക്കില്ലേ? ആളുകൾ ഇപ്പോൾ സാറ് ഓൾറെഡി പറഞ്ഞു ആളുകൾ എങ്ങനെ പ്രതികരിക്കും എന്ന് അറിയില്ല എന്നുള്ളത്. അപ്പം അത് ലൈഫിനെ ഭയങ്കര ചലഞ്ചിങ് ആക്കുകയല്ലേ ചെയ്യുന്നത് വീണ്ടും വീണ്ടും? എല്ലാ ദിവസവും ചലഞ്ചിങ് അല്ലേ, ഓരോ നിമിഷവും. നിങ്ങളുടെ ഓരോ നോട്ടവും എനിക്ക് ചലഞ്ചിങ് ആണ്. അത് പ്രേക്ഷകരുടെ നോട്ടം എന്ന് പറയുന്നതാണ്. ഒരു കഥാപാത്രം കൂടെ നിന്ന് അഭിനയിക്കുന്ന ഇദ്ദേഹമായാലും കൂടെയുള്ള കുട്ടികളായാലും അവരുടെ നോട്ടത്തിൽ നിന്നാണ് നമ്മൾ ഒരു റിയാക്ഷൻ ഉണ്ടാക്കുന്നത്. ആ നോട്ടം രൂക്ഷമല്ലെന്നുണ്ടെങ്കിൽ എൻ്റെ ആക്ഷൻ കൊണ്ട് ഒരു ഗുണവുമില്ല. ഇപ്പം അപ്പനിലാണേലും ചതുരത്തിലാണേലും ക്യാരക്ടേഴ്സ് ഭയങ്കര വ്യത്യസ്തമായിട്ടുള്ളതാണ്. ആരും പെട്ടെന്ന് എടുക്കാൻ ഒരു ധൈര്യം കാണിക്കില്ല. അപ്പം ആ ക്യാരക്ടർ ചെയ്യുമ്പം സെറ്റിൽ എങ്ങനെയായിരുന്നു? ഈ ക്യാരക്ടറിലേക്ക് ജോളിയായിട്ട് നിൽക്കാനും പറ്റില്ല എങ്കിൽ ഈ ക്യാരക്ടർ മനസ്സിലുണ്ടാവുകയും വേണം. അപ്പം ഷോട്ട് റെഡിയാകുമ്പം മാത്രമാണോ അങ്ങനെ ഒരു ക്യാരക്ടറായിട്ട് മാറിയത്? തീർച്ചയായിട്ടും ഞാനൊരു പ്രിപ്പറേഷനും നടത്താറില്ല. ഈ സിനിമയിൽ അഭിനയിക്കാൻ വരുമ്പോൾ ഞാൻ നല്ല മര്യാദക്കാരനായിരുന്നു. സംവിധായകൻ വന്നിട്ട് ഒരു കാരവാനിൽ വന്നിട്ട് എന്നെ ഒരു പാട്ട് കേൾപ്പിച്ചു. അപ്പോഴാണ് ഞാൻ ചില്ലായത്. ഏതാ പാട്ട്? അത് സിനിമയിൽ കാണാം. ഈ സിനിമയിലെ തന്നെ പാട്ടാണ് അത്. അപ്പം മുതൽ തുടങ്ങിയതാണ് പിന്നെയും ഭ്രാന്ത്. സാറ് നിലവിലിപ്പോൾ മെഡിക്കൽ ഫീൽഡിലെ എക്സ്പീരിയൻസ് ആണ് ഈ സിനിമയിലേക്ക് കൊണ്ടുവന്നതെന്ന് പറഞ്ഞു. ഒരു ഡയറക്ടർ ആകുമ്പോഴത്തേക്കും സ്വന്തം ഫീൽഡ് തന്നെ ഒരു സബ്ജക്റ്റായിട്ട് കൊണ്ടുവരാനായിട്ടുള്ള കാരണം എക്സ്പീരിയൻസ് കൊണ്ട് മാത്രം. എക്സ്പീരിയൻസ് ആണ്. ഞാനിപ്പോൾ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു സിനിമ ഡയറക്റ്റ് ചെയ്തത്. എനിക്ക് ഇതിനു മുമ്പ് ഒരു സിനിമ അനുഭവങ്ങളോ എന്നുവെച്ചാൽ സിനിമയിൽ പ്രൊഫഷണൽസിൻ്റെ ഇപ്പോൾ സാറിനെ പോലെ സെന്തിലിനെ പോലെയുള്ള പ്രൊഫഷണൽസിൻ്റെ കൂടെ ഒന്നും വർക്ക് ചെയ്ത് എനിക്ക് അനുഭവമില്ല. പിന്നെ ആകെയുള്ള ഒരു നമുക്ക് ഒരു കയ്യിലുള്ളതെന്ന് വെച്ചാൽ ഞാൻ മിക്കവാറും എല്ലാ ദിവസവും ഒരു സിനിമ വെച്ച് ആമസോണിലും നെറ്റ്ഫ്ലിക്സിലും ഒക്കെ ഇരുന്നിങ്ങനെ കാണും. അപ്പം അങ്ങനെ ആ സിനിമകൾ കണ്ടുണ്ടായ സിനിമയെക്കുറിച്ചുള്ള ഒരു അനുഭവം മാത്രമാണ് എൻ്റെ ഒരു മുതൽ. ഇതിൽ കാസ്റ്റിംഗ് ശ്രദ്ധിക്കുമ്പോൾ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളുണ്ട്, എന്നാൽ തുടക്കക്കാരും ഉണ്ട്. അപ്പം ഈ ഒരു കോമ്പിനേഷൻ എത്രത്തോളം വർക്കൗട്ട് ആവുമെന്നാണ് തോന്നുന്നത്? നസീർ സാറിനെ കുറിച്ചും സെന്തിലിനെ കുറിച്ചും എല്ലാവർക്കും അറിയുന്നതാണല്ലോ. അവരുടെയൊക്കെ ചലഞ്ചിങ് ആയിട്ടുള്ള ശരിക്കും അവരൊക്കെ വളരെ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സിനിമ എഡിറ്റ് ചെയ്യുമ്പോഴൊക്കെ നമുക്ക് മനസ്സിലാവും. പിന്നെയെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു മാർക്കറ്റിംഗ് കണ്ടന്റ് ഫാക്ടറി എന്ന് പറഞ്ഞ് അവർ വളരെ അനുഭവജ്ഞാനമുള്ള ആൾക്കാരാണ്. ഇഷ്ടംപോലെ സിനിമ മാർക്കറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവരൊക്കെയാണ് ശരിക്കും കാസ്റ്റിംഗ് ചെയ്തിട്ടുള്ളത്. പിന്നെ അവർ ഓരോ ആൾക്കാരെ നിശ്ചയിച്ചിട്ട് ഇത് മതിയോ എന്ന് എന്നോട് ചോദിക്കും. അപ്പോൾ ഗംഭീരമായിട്ട് എല്ലാവരും വന്നിട്ടുണ്ട്, നന്നായിട്ടുണ്ട് എല്ലാവരും. സാറിനോട് വരുമ്പോൾ അപ്പനിൽ നമ്മൾ ക്യാരക്ടർ എടുത്തു കഴിഞ്ഞാൽ അപ്പനിൽ അച്ഛൻ അവതരിപ്പിച്ച ആ ക്യാരക്ടറും ഓപ്പോസിറ്റ് നിൽക്കുന്ന സണ്ണിവൻ്റെ ക്യാരക്ടറിനോട് നമുക്ക് ഒരുപാട് സ്നേഹം തോന്നും. ന്യൂഞ്ഞു എന്ന് പറഞ്ഞ ക്യാരക്ടറോട് ഒരുപാട് സ്നേഹം തോന്നും. അതിനുള്ള കാരണം ആ അപ്പനാണ്. അപ്പൻ അത്രയും ക്രൂരനായതുകൊണ്ടാണ് ഈ മകനോട് എല്ലാവർക്കും അത്രയും സ്നേഹവും സഹതാപവും തോന്നുന്നത്. ആ സിനിമ തിയേറ്ററിൽ കണ്ടതിന് ശേഷം സാറിന് എപ്പോഴേലും ന്യൂഞ്ഞിനോടൊരു സ്നേഹം തോന്നിയിരുന്നോ? ഞാൻ ന്യൂഞ്ഞാണ്. എനിക്കങ്ങനെ ഒരു അപ്പൻ ഉണ്ടായിട്ടില്ല. ഞാൻ പലപ്പോഴും സെറ്റിൽ സംവിധായകനുമായിട്ട് ക്രിയേറ്റീവായിട്ടുള്ള ചർച്ചയാണ്. ഇങ്ങനൊരു അപ്പനുണ്ടോ, ഇങ്ങനെ ചെയ്യുമോ, അങ്ങനെ ഒരു മനുഷ്യരുണ്ടോ? അപ്പോൾ പുള്ളി പറഞ്ഞുകൊണ്ട് എനിക്കത് വിശ്വസിക്കാൻ പറ്റില്ല. എൻ്റെ അച്ഛൻ അങ്ങനെ ആയിരുന്നില്ല. ഞാൻ അങ്ങനെ ഒരു അച്ഛനല്ല. ഞാൻ ന്യൂഞ്ഞാണ്. മകനൊന്ന് വീണാൽ മുട്ട് പൊട്ടിയാൽ കരയുന്ന ഒരാളാണ് ഞാൻ. ആ മനുഷ്യൻ്റെ ഉള്ളിലും ഒരു ഇട്ടിയുണ്ട് എവിടെയോ. അതുകൊണ്ടാണ് എനിക്കത് അഭിനയിക്കാൻ പറ്റിയത്. സിനിമ കണ്ടതിന് ശേഷം പലരും എന്നോട് പറഞ്ഞു നിങ്ങൾ എൻ്റെ അപ്പനോളം വരില്ലെന്ന്. അപ്പോൾ അവരൊക്കെ അനുഭവിച്ചിട്ടുണ്ട്. കാട് വെട്ടി പിടിച്ചു പോയവൻ്റെ, ഈ മല ഇടിച്ചു പോയവൻ്റെ ഒക്കെ ധാർഷ്ട്യവും മൃഗങ്ങളോട് പോരാടിയതിൻ്റെയും അത് വെട്ടിത്തിന്നതിൻ്റെയും ഒക്കെ ധാർഷ്ട്യമാണ് ആ ജീവിതത്തിലൊക്കെ ഉള്ളത്. അങ്ങനെയും ജീവിതങ്ങളുണ്ട്. എല്ലാ മനുഷ്യരിലും നന്മയും തിന്മയുണ്ട്. അത് തന്നെയാണ് ഈ മായാവനവും പറയുന്നത്. എന്ന് വിചാരിച്ച അപ്പനല്ല മായാവനം. ഇതൊരു മായാവനം.
മായാത്ത വനം. നമുക്ക് ഭൂമിക്ക് അച്യുതണ്ടുണ്ടെന്ന് നമ്മൾ ആരോ പഠിപ്പിച്ചു. ഭൂമി കറങ്ങുന്നുണ്ടെന്ന് പറഞ്ഞു അച്യുതണ്ടിലിരുന്ന്. ഭൂമിക്ക് അച്യുതണ്ടുണ്ടോ? നമ്മൾ കണ്ടിട്ടില്ല. ഭൂമി കണ്ടിട്ടുണ്ടോ? ഇല്ല. ഭൂമിയിലാണല്ലോ നമ്മളുള്ളത്. കുട്ടി ഏതോ മായാവനത്തിലാണ്. ബാക്കി സെന്തിലിന് മനസ്സിലായിട്ടുണ്ട്. ഞാൻ മായാവനത്തില. എല്ലാവരും മായവനത്തില്ല. പരസ്പരം ആർക്കും ഒന്നും സിനിമ കണ്ടതിന് ശേഷം അറിയാം ആരാണ് മായാവനത്തിലെന്ന്. സെന്തിലേട്ടാ, ഇതും ഒരു വ്യത്യസ്തമായിട്ടുള്ള ക്യാരക്ടറാണ്. ഇപ്പം അടുത്തടുത്ത 2 സിനിമകൾ ഇറങ്ങുന്നു. അതിലൊരു പോലീസുകാരൻ, ഇതിൽ മറ്റൊരു ക്യാരക്ടർ. ഇതിൽ ഇച്ചിരി ക്രൂരതയും കൂടെ കയ്യിലുണ്ടോ? ക്രൂരവനാണോ? നേരത്തെ അലഞ്ചനം പറഞ്ഞ പോലെ സിനിമ ആണ് നിങ്ങൾ. അല്ല, വ്യത്യസ്തമായ ഒരു കഥാപാത്രം ആയതുകൊണ്ടാണ് എനിക്കിതിൻ്റെ പൂർണ്ണമായ കഥ എനിക്കറിയില്ല. എനിക്ക് എൻ്റെ ക്യാരക്ടർ എന്താണെന്നുള്ളതിനെ കുറിച്ചാണ് എനിക്ക് അറിയാമെന്നുള്ളത്. അപ്പോൾ വ്യത്യസ്തമായിട്ടുള്ളൊരു ക്യാരക്ടറാണ്. അതിൻ്റെ രൂപത്തിലും എല്ലാത്തിലും ഒരു വ്യത്യസ്തതയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത് എടുത്തത്. ഇപ്പം 2024 ഒരുപാട് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന വർഷമാണെന്ന് തോന്നുന്നു. അടുപ്പിച്ച് 2 സിനിമകൾ വരാൻ പോകുന്നു. അപ്പം വീണ്ടും തുടർച്ചയായിട്ട് ഇങ്ങനെ പടങ്ങൾ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു അല്ലേ? പിന്നെ വന്നില്ലെങ്കിൽ കഞ്ഞി കുടിക്കാൻ പറ്റില്ലല്ലോ. പടങ്ങൾ വരട്ടെ അല്ലേ? തീർച്ചയായിട്ടും. സ്റ്റേറ്റ് അവാർഡിന് ശേഷം സാറ് നടത്തിയ ഒരു പ്രസംഗം ഏറെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പം ഞാൻ ചോദിക്കുന്നത്, ഒരു അവാർഡിന് നമ്മുടെ കലയ്ക്ക് കിട്ടിയ ഒരു അംഗീകാരമായിട്ട് കാണാതെ എന്തുകൊണ്ട് ആണ് പെണ്ണ് എന്ന് വേർതിരിച്ചത് എന്തുകൊണ്ടാണ്? നിങ്ങൾ എന്തുകൊണ്ടാണ് ആണും പെണ്ണായിട്ട് വേർതിരിച്ചു കണ്ടത്? ഞാൻ പറഞ്ഞത് പെണ്ണിനെ ബഹുമാനിക്കണമെന്നാണ്. അതിനൊരു ഉപഭോഗ വസ്തുവായി കാണരുത്. അവരുടെ ശരീരത്തെ ഇങ്ങനെ ഉപയോഗിക്കരുത്. പുതിയൊരു കലാരൂപം വരണം. എല്ലാ വർഷവും സ്ത്രീരൂപം തന്നെ ഇങ്ങനെ കൊടുക്കണ്ട എന്ന് എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം ഞാൻ പറഞ്ഞു, നർമ്മത്തോടെ പറഞ്ഞതാണ്. സ്ത്രീരൂപം തന്ന് അപമാനിക്കില്ലെന്നും കൂടെ പറഞ്ഞിട്ടുണ്ടായി. അല്ല, 25,000 രൂപ തരരുതെന്നേ പറഞ്ഞുള്ളൂ. സ്പെഷ്യൽ ജൂറി, നിങ്ങളൊരു ദോശ വാങ്ങിക്കുമ്പോൾ ദോശക്കടയിൽ ചെല്ലുമ്പോൾ സാധാരണ ദോശയ്ക്ക് പിന്നെ 10 രൂപ കൊടുത്താൽ സ്പെഷ്യൽ ദോശയ്ക്ക് 15 രൂപ കൊടുക്കണം. അത് തരണമെന്നേ ഞാൻ പറഞ്ഞു. ഞാൻ അപമാനിക്കരുതെന്ന് പറഞ്ഞത് സ്ത്രീകളെ അപമാനിക്കാൻ വേണ്ടിയിട്ടല്ല. ഞാൻ ആ പെൺപ്രതിമകളെ എനിക്ക് 2 തവണ കിട്ടി. ആ 2 പെൺപ്രതിമകളെയും എനിക്ക് 2 ആൺമക്കളാണുള്ളത്. ആ 2 പെൺപ്രതിമകളെ എൻ്റെ മക്കളെ പോലെയാണ് ഞാൻ വീട്ടിൽ സൂക്ഷിക്കുന്നത്. അവർ ദിവസവും ചെന്ന് ഞാൻ തുടച്ചു വയ്ക്കും. കുളിപ്പിക്കാൻ പറ്റില്ല. ഡയറക്ടർ സാറിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ, ഒരു പക്ഷേ ഒരു ഡോക്ടർ എന്ന നിലയിൽ സിനിമയിൽ നിന്ന് ആളുകൾ ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ റിയൽ സ്റ്റോറി ആയിരിക്കും കൂടുതലും പ്രതീക്ഷിക്കുന്നത്. ഇത് ശരിക്കും സംഭവിച്ച കഥയാണോ? ഇത് ഈ കഥയുടെ ഒരു ബീജാവാപം ഞാൻ മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന കാലത്ത് എൻ്റെ ഒരു സുഹൃത്തിനുണ്ടായ ഒരു അനുഭവമാണ്. അവൻ എന്നോട് പറഞ്ഞിട്ടുള്ളൊരു കഥയാണ്. അപ്പോൾ ആ കഥയിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടാണ് ഇങ്ങനെ ഒരു കഥ ഞാൻ എഴുതിയത്. ആ അർത്ഥത്തിൽ അത് ശരിക്ക് അവൻ്റെ ഒരു റിയൽ സ്റ്റോറിയാണ്. എൻ്റെ സുഹൃത്താണ് അദ്ദേഹം. ഇപ്പോൾ അമേരിക്കയിലെ ഡോക്ടർ തന്നെയാണ്. ഞാൻ എൻ്റെ ബാച്ച്മേറ്റിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പഠിച്ചത്. അമേരിക്കയിൽ മായാവനത്തിലാണ്. അത് അങ്ങനെയാണ് ശരിക്കും. അതാണ് അതിൻ്റെ ഒറിജിനൽ തീം അവിടെ നിന്ന് കിട്ടിയത് എനിക്ക്. ശരിക്കും ഇങ്ങനെ ഒരു ട്രാപ്പ് ചെയ്യപ്പെടാൻ സാധ്യതയുള്ള ഒരു ഇൻഡയറക്റ്റ് ഫെയിം ആയിരിക്കുമോ ഈ കാർഡ് എന്ന് പറയുന്നത്? അല്ല, അതൊക്കെ പറഞ്ഞു വന്നാൽ ഈ സിനിമയുടെ ഒരു നിഗൂഢ സ്വഭാവം വെളിപ്പെട്ടു പോകും. ഒരു പുതുമയുള്ള സിനിമയാണ്, അത് ഉറപ്പാണ്. ഇതുവരെ ഇങ്ങനെ ഒരു ഈ രൂപത്തിൽ അങ്ങനെ ഒരു സിനിമ മലയാളത്തിൽ വന്നിട്ടില്ല. മുൻകാല നമ്മുടെ സിനിമകളൊക്കെയും പറഞ്ഞു വെച്ചിരിക്കുന്നത് കാടിനെയും വനത്തിനെയൊക്കെ ഭയങ്കര മനോഹരമായിട്ടാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. അപ്പം സാറ് പറഞ്ഞ പോലെ നിഗൂഢതകൾ ആണെന്ന് പറയുന്നു. ഈ കാട് ശരിക്കും നമ്മളെ പേടിപ്പെടുത്തോ? ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ എല്ലാവരുടെ ഉള്ളിലും സാറ് പറഞ്ഞ പോലെ ഓരോ മായാവനങ്ങളുണ്ട്, നിഗൂഢതകളുണ്ട്. മോളുടെ പേരെന്താ? സിമി. സിമിയെക്കുറിച്ച് പോലും സിമിക്ക് വ്യക്തമായി അറിയില്ല. സിമി ആരാണെന്ന് സിമിക്ക് വ്യക്തമായി അറിയില്ല. സിമി നിത്യം കണ്ണാടി കാണുമ്പോൾ ഒരു സിമിയെ അതിനുള്ളിൽ കാണും. അതല്ല സിമി. കാണാൻ കഴിയാത്ത സിമി വേറെ എത്രയോ ഉണ്ട് എന്ന് പറഞ്ഞ പോലെ ഓരോ മനുഷ്യരിലും കാണപ്പെടാത്ത പലതുമുണ്ട്. അങ്ങനെയുള്ള കാണപ്പെടാത്തതിലേക്കുള്ള ഒരു യാത്രയാണ് ഈ സിനിമ. നമ്മൾ മഹേഷിൻ്റെ പ്രതികാരത്തിലെ ബേബിയെ കണ്ടിട്ടുണ്ട്. ആ ബേബിയാണ് അലൻസിയാർ എന്ന നടനെ നമ്മുടെ എല്ലാം മനസ്സിലൊരു സ്ഥാനം ഉറപ്പിച്ചു തന്നത്. അപ്പം അതിനുശേഷം വന്ന ക്യാരക്ടേഴ്സ് എല്ലാം അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇച്ചിരി ക്രൂരതയും അല്ലെങ്കിൽ ഇച്ചിരി വില്ലത്തരവും ഒക്കെ ഉള്ളതാണ്. എപ്പോഴെങ്കിലും ആ പഴയ ബേബിയിലേക്ക് പോകണമെന്ന് തോന്നിയിട്ടുണ്ടോ? അങ്ങനെയുള്ള ക്യാരക്ടേഴ്സ് ചോദിച്ചിട്ടുണ്ടോ ഏതെങ്കിലും ഡയറക്ടേഴ്സ്? ഇല്ല.
ഇനി ഞാൻ ചോദിച്ചു പോയിട്ടില്ല. എന്നെ തേടി വന്നിട്ടുള്ള കഥാപാത്രങ്ങളാണ്. ഞാൻ കഴിഞ്ഞൊരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞ പോലെ കിട്ടുന്ന ബസ്സിൽ കയറി പോകുക എന്നുള്ളേ ഉള്ളൂ. എൻ്റെ കഥാപാത്രത്തെ മാത്രമേ ഞാൻ അന്വേഷിക്കാറുള്ളൂ. ഞാൻ സൂപ്പർ ഫാസ്റ്റിൽ തന്നെ യാത്ര ചെയ്യണമെന്ന് എനിക്ക് നിർബന്ധമൊന്നുമില്ല. ലോക്കൽ ബസ്സിലും എനിക്ക് പോകാൻ പറ്റും. കാരണം എനിക്ക് ലോൺ അടക്കണം. ലോണാണ് പ്രശ്നം. ലോൺ വലിയ പ്രശ്നമാണ്. ലോണും GST ആണ് പ്രശ്നം. ഞാൻ നാടകം കളിച്ച് നടന്നിരുന്ന കാലത്ത് എനിക്ക് ഈ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. മര്യാദയ്ക്ക് നാടകം കളിച്ച് നടന്നാൽ മതി. കുറച്ച് കടം വാങ്ങിക്കുക, എപ്പോഴെങ്കിലും തിരിച്ചു കൊടുക്കുക, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം എന്നെ GST-ക്കാരും പിന്നെ ലോണുകാരും ഒക്കെ വളഞ്ഞിട്ട് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ലോണ് തരാമെന്ന് പറഞ്ഞും വിളിക്കുന്നുണ്ട് പല ബാങ്കുകാരും. ലോണിനെ പേടിയായിപ്പോൾ. ലോണിന് പേടിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെയൊക്കെ വിചാരം, അല്ലെങ്കിൽ കാണുന്ന പ്രേക്ഷകർക്ക് അലൻസിയർ എന്ന നടൻ ഒരുപാട് നല്ല ക്യാരക്ടേഴ്സ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതെന്ന് പറയുന്നത് നമുക്ക് ലോൺ അടയ്ക്കാനുള്ള വരുമാനം ഇതിൽ നിന്ന് കിട്ടുന്നില്ലെന്നാണ് പറഞ്ഞു വരുന്നത്. നമ്മൾ ചോദിക്കുന്നൊന്ന്, പക്ഷേ ഈ സിനിമയെ കുറിച്ചല്ല കേട്ടോ, ഇത് കൃത്യമായിട്ട് തന്നു. നമ്മൾ ചോദിക്കുന്നതൊന്ന്, അവർ തരാമെന്ന് പറയുന്നതൊന്ന്, കിട്ടുന്നത് വേറൊന്ന്. എന്നിട്ട് അതിൻ്റെ പുറകെ GST-ക്കാരൻ വരും. അപ്പോൾ വീണ്ടും ലോൺ എടുക്കേണ്ടി വരും. വീണ്ടും ലോൺ എടുക്കണം, കൂട്ടുകാരിൽ നിന്ന് കടം വാങ്ങിക്കണം, പിന്നെ അവന്മാർ വിളിക്കുമ്പോൾ ഫോൺ എടുക്കാതിരിക്കണം. ഇതാണ് അവസ്ഥ. അലൻസിയറിലെ കുറേ അധികം പോലീസ് സ്റ്റേഷനുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം ഏറ്റവും ലാസ്റ്റ് കണ്ടത് കുറ്റവും ശിക്ഷ എന്ന സിനിമയിലാണ്. അപ്പം അതൊരു രാജീവ് രവി ചിത്രമാണ്. അതിന് നാടകീയത ഒന്നും തന്നെ ഇല്ല. ഒരുപക്ഷെ ആ ഒരു നാടകീയത ഇല്ലാത്തതുകൊണ്ടാണ് ആ ഒരു സിനിമയ്ക്ക് അത്രയും പരാജയം സംഭവിക്കാൻ കാരണം. അതിൻ്റെ പരാജയത്തിൻ്റെ കാരണം എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അത് പ്രേക്ഷകരുടെയാണോ സംവിധായകൻ്റെയാണോ ഇനി എൻ്റെ കുറ്റമാണോ അത് ആസിഫ് അലിയുടെ ആണോ എന്നൊക്കെ എനിക്ക് വിശദീകരിച്ചു തരാൻ പറ്റില്ല. ഞങ്ങൾ ചെയ്യാൻ പറഞ്ഞ പോലെ ഞങ്ങൾ വൃത്തിയായിട്ട് ചെയ്തു. മനോഹരമായിട്ട് സെന്തിലുണ്ട് ആ പടത്തിൽ. ഞങ്ങൾ കഷ്ടപ്പെട്ടിട്ടാണ് അഭിനയിച്ചത്. രാജസ്ഥാൻ മരുഭൂമിയിലൊക്കെ പോയി, കോവിഡ് കാലം. അത് കഴിഞ്ഞിട്ട് വീണ്ടും പോയി, 2 തവണ പോയി. ഈ പെയിനൊന്നും നാട്ടുകാർ കാണുന്നില്ലല്ലോ. നിങ്ങളുടെ മുന്നിലേക്ക് സത്യസന്ധമായ ഒരാൾ വന്നൊരു വർത്തമാനം പറഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാവില്ല. നിങ്ങളത് ദുർവ്യാഖ്യാനം ചെയ്യും. നിങ്ങളോട് വേറെ കുറേ ഫാൻറ്റസി കാണിച്ചു തന്നു കഴിഞ്ഞാൽ നിങ്ങളതിനെ വളരെ ഗംഭീരം എന്ന് പറയും. ഗംഭീരം എന്ന് പറയുന്നത് തന്നെ പേടിപ്പിക്കുന്ന വാക്കാണ്. ഗംഭീരം. മായവനും വരാൻ പോവാണ് പുതുവർഷത്തിൽ. അപ്പം 2023 പല തരത്തിലുള്ള അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. നഷ്ടവും ലാഭവും ഉണ്ടായിട്ടുണ്ട്, ദുഃഖവും സന്തോഷവും ഉണ്ടായിട്ടുണ്ട്. ഏതാണ് കൂടുതൽ മനസ്സിനെ തങ്ങി നിർത്തുന്ന ഒരു കാര്യം 2023? 2023 നഷ്ടലാഭ കണക്കുകൾ ഞാൻ നോക്കിയിട്ടില്ല. ബാങ്ക് ബാലൻസ് ഇടയ്ക്കിടയ്ക്ക് ഇതിൽ ചെക്ക് ചെയ്യും. അത് മാത്രമേ ഉള്ളൂ. ലോൺ അടയ്ക്കാനുള്ള പൈസ ഉണ്ടോ, 10-ാം തീയതി ആകുമ്പോൾ ബാങ്കിൽ നിന്ന് പിടിക്കും, അതുണ്ടോ എന്ന് നോക്കും. അത്രേ ഉള്ളൂ നഷ്ടലാഭ കണക്കുകളുടെ എണ്ണം എടുത്താൽ. പിന്നെ സിമിത്തേരിയിലേക്കുള്ള വഴി നോക്കും. അതിനുള്ള സമയമായിട്ടില്ലല്ലോ. ഇനി ഒരുപാട് ക്യാരക്ടേഴ്സ്. അല്ല, ഞാൻ തമിഴിലേക്കാണ് പോണത്. അടുത്ത സിനിമ തമിഴ് സിനിമയാണ്. ചെയ്യാൻ പോകുന്നത്. ഇനി അവിടെ നിന്ന് എത്ര വെടിയുള്ളൂ എന്ന് എനിക്കറിയില്ല. ആദ്യത്തെ തമിഴ് സിനിമയാണ്. അപ്പൊ അതിന് ഡീറ്റെയിൽ പുറത്തു വിടാറായിട്ടുണ്ടോ? ഇല്ല. എങ്കിലും ക്ലൂ തരാം. പറഞ്ഞു. ക്ലൂ മാത്രം മതി നമുക്ക്. വെട്രിമാരൻ പ്രൊഡക്ഷൻ. അവർക്ക് ക്യാപ്ഷനുള്ള കിട്ടിയിട്ടുണ്ട്. അതെ, തലക്കെട്ട് കിട്ടി. അപ്പൊ ആ സിനിമ അലൻസിയർ വെട്രിമാരൻ ചിത്രത്തിൽ. ഇല്ല. ആ സിനിമ എന്താത്തോടെ എന്നെ ഞാനിത് ഓരോന്ന് ചോദിച്ചു വായിക്കുന്നതാണ്. അതാണ് ഞാൻ മായാവനത്തിലാണ് ജീവിക്കുന്നത് വെച്ചത്. എന്നിരുന്നാലും ഈ വർഷം സന്തോഷത്തിൻ്റെ ആവട്ടെ, ഈ ചിരി അതേപോലെ നിലനിൽക്കട്ടെ. മായവനം വളരെ മികച്ചൊരു സിനിമയായിട്ട് മാറട്ടെ. എല്ലാവിധ ആശംസകളും. താങ്ക് യു സോ മച്ച്. താങ്ക് യു.